ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് ലോനെ പറ്റി ഗോസസ് ലോന്റെ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഗോസസ് ലോന്റെ ആപ്ലിക്കേഷനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഗോസസ് ലോ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഗോസസ് ലോന്റെ വീഡിയോ കാണാത്തവർ താഴെ തന്നിരിക്കുന്ന ലിങ്ക് നോക്കിയിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. അപ്പോൾ ഗോസസ് ലോ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഗോസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജിനെ അല്ലെങ്കിൽ ചാർജസിനെ ഒരു ക്ലോസ് സർഫസ് കൊണ്ട് നമ്മൾ എൻക്ലോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സർഫസ് കൊണ്ട് നമ്മൾ എൻക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സിന്റെ ടോട്ടൽ ഫ്ലക്സിന്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ ടോട്ടൽ ഫൈ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള ചാർജ് ടൈംസ് 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഗോസസ് ലോ. അപ്പോൾ ഗോസസ് ലോ പറയുന്ന സമയത്ത് ഞാൻ എന്താണ് ചാർജ് എന്നും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നും എന്താണ് ഫ്ലക്സ് എന്നും ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അതായത് ഗോസസ് ലോന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ആവശ്യമുണ്ട്. എന്താണ് ചാർജ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ മോണോപോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ചാർജിനെ പറയുന്നതാണ് എന്ത് മോണോപോൾസ്. അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. മോണോപോൾസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മോണോപോൾസിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണോപോൾ അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഒരു മോണോപോൾസിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും റേഡിയൽ ഡയറക്ഷനിലായിരിക്കും. ഒരു മോണോപോളിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഏത് ഡയറക്ഷനിലായിരിക്കും? റേഡിയൽ ഡയറക്ഷനിലായിരിക്കും. അതായത് ഒരു സർക്കിളിന്റെ ചുറ്റും അല്ലെങ്കിൽ സർക്കിളിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സർക്കിളിന് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുക, അതേപോലെ ആയിരിക്കും നമുക്ക് ഒരു മോണോപോളിന് ചുറ്റുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റേഡിയൽ അല്ലെങ്കിൽ ഒരു റേഡിയൽ ഷേപ്പിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എക്സ്പാൻഡ് ചെയ്ത് എടുക്കുന്നുണ്ടാവുക. നെഗറ്റീവ് ചാർജ് ആയാലും അത് തന്നെ, അതായത് മോണോപോളിന്റെ കേസിൽ റേഡിയൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 ടൈംസ് Q/R. അതായത് ഈ Q എന്ന് പറയുന്ന ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതായിരിക്കും 1/4πε0 Q/R ആയിരിക്കും. നമുക്ക് മോണോപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അറിയാം. ഇനി ഡൈപോൾ കാരണം ഉണ്ടാകുന്ന, അതായത് രണ്ട് ചാർജസിന്റെ കേസിൽ, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവരും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്നത് നടക്കാം. അപ്പോൾ മോണോപോൾസിന്റെ കേസിലും അതുപോലെ ഡൈപോളിന്റെ കേസിലും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇനി ഒരു മൾട്ടിപോൾസിന്റെ കേസിൽ, അതായത് രണ്ടോ അതിലധികമോ ചാർജസ് വരുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, അവിടെയാണ് നമുക്ക് ഗോസസ് ലോന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മൾട്ടിപോൾസ് അല്ലെങ്കിൽ കുറച്ച് മൾട്ടിപോൾസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ മൾട്ടിപോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് രണ്ടോ അതിലധികമോ ചാർജസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് എങ്ങനെയൊക്കെയാണ് ചാർജസ് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാവുക. നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോർമലായിട്ട് എങ്ങനെയൊക്കെ വരാം, ഒന്നല്ലെങ്കിൽ ലീനിയർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർഫസിൽ മുഴുവനായിട്ട് അറേഞ്ച് ചെയ്യാം, സർഫസിൽ മുഴുവനായിട്ട് ഓർഡറിൽ അറേഞ്ച്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വോളിയത്തിൽ അറേഞ്ച്ഡ് ആയിരിക്കും, ഒരു വോളിയത്തിനുള്ളിൽ കുത്തി നിറച്ച പോലെ ആയിരിക്കും ചാർജസ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ മൂന്ന് കേസസ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു 1 ഡയമെൻഷണൽ കേസ്, ഒരു 2 ഡയമെൻഷണൽ കേസ്, ഒരു 3 ഡയമെൻഷണൽ കേസ്. അതായത് ഒരു 1 ഡയമെൻഷണൽ കേസ് എന്ന് പറയുമ്പോൾ ഒരു ലൈനിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതായത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് കേസ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് ഇതിനെ എത്രത്തോളം ചാർജ് എവിടെയൊക്കെ കൂടിയിരിക്കണോ കുറഞ്ഞിരിക്കണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ലൈൻ കേസ്, ഇതാണ് നമ്മൾ ചാർജ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇതാണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിന്റെ ഈ ഭാഗത്താണ് കൂടുതൽ ചാർജ്, ഈ ഭാഗത്താണ് കൂടുതൽ ചാർജ് എന്ന് അക്യുമുലേറ്റ് ചെയ്തത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു യൂണിഫൈഡ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ഡെൻസിറ്റിയാണ് എടുക്കുന്നത്. ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത്തിൽ എത്രത്തോളം ചാർജ് അനുഭവപ്പെടുന്നുണ്ട്, അപ്പൊ അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ലീനിയർ കേസ് ആണെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ ലാംഡ എന്ന് സൂചിപ്പിക്കും. ലാംഡ ഈസ് ഈക്വൽ ടു Q/L. Q എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ബൈ L എന്ന് പറയുന്നത് ഈ ഏത് ഒബ്ജക്റ്റിലാണ് നമുക്ക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത്, അതാണ് L. അപ്പോൾ ലാംഡ, അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? Q/L. ഇനി അടുത്ത കേസിൽ ഒരു വോളിയം അല്ല, ഒരു സർഫസിന്റെ കേസാണ് വിചാരിക്കും. ലീനിയർ ആയിട്ടല്ല, പകരം ഒരു സർഫസിലാണ് വിചാരിക്കും.
സർഫസിന്റെ ഷേപ്പ് എങ്ങനെ വേണമെങ്കിൽ ആവാം. ഒരു സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. ഈ സർഫസിലായാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എവിടെയൊക്കെയാണ് ചാർജ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ യൂണിഫൈഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയാം. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്തെന്ന് പറയാം ടോട്ടൽ ചാർജ് ഈ ഏരിയയിൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് എത്രയാണോ അതിന്റെ ഡെൻസിറ്റി. അപ്പൊ എന്താ വരിക ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ. ഇനി ഒരു വോളിയത്തിന്റെ കേസിൽ ഒരു ഗ്ലാസ്സിൽ നിറച്ച ചാർജ് കൺസിഡർ ചെയ്ത് വിചാരിക്കുക. ഗ്ലാസ്സിൽ നിറച്ച ചാർജ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫൈഡ് ഫോർമുല എന്താ പറയുക അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുക റോ ആണ്. വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു ആ ഗ്ലാസ്സിൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് വിചാരിക്കുക. ഗ്ലാസിന്റെ വോളിയം പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും ക്യൂ ബൈ വി. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ആവണമെന്ന് എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്ന് നമുക്ക് ഒരിക്കലും നിർബന്ധം പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ എന്താണ് കുറച്ച് സിമിലർ കേസസ്. ഇതായിരിക്കും കൂടുതൽ സാധ്യത ഇങ്ങനെയൊക്കെ വരാനായിരിക്കും. ലീനിയർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സർഫസ് ഒരു ഏരിയയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വോളിയത്തിലായിരിക്കാം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ഗോസസ് ലോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അലോങ് എ ലോങ് ലീനിയർ വയർ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ കൺസിഡർ ചെയ്തു. ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത്രയും വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് വയർ കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് അത്രയും വലിയൊരു പോർഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള കേസിൽ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്തു. അപ്പൊ ഇതൊക്കെ യൂണിഫോംലി ചാർജ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറെന്റ്ലി ചാർജ്ഡ് ആയിരിക്കാം. പക്ഷെ എങ്ങനെയായാലും ഏതാണോ ചാർജ് കൂടുതലായിട്ട് നിൽക്കുന്നത് അതിന്റെ ഒരു ആധിപത്യം ഇത് കാണിക്കും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ ഒരു ആധിപത്യം ആയിരിക്കും കാണിക്കുക. നെഗറ്റീവ് ചാർജ് ആണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജിന്റെ ആധിപത്യം ആയിരിക്കും കാണിക്കുക. ഇതെന്തായാലും ചാർജിലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണുള്ളത് കൺസിഡർ ചെയ്തു. അതായത് ഇതിന് ഈ ഒരു സ്ട്രെയിറ്റ് വയർ കാണിക്കുന്ന ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആണെന്ന് വിചാരിച്ചു കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ്സ് ഉണ്ടാവും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ്സ് ആയിരിക്കാം. ഇതിന്റെ മൊത്തം ഈ സ്ട്രെയിറ്റ് വയറിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇത് മൊത്തത്തിൽ കൺസിഡർ ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്തു. ആ പോർഷൻ ഞാൻ ഇവിടെ സൂം ചെയ്ത് വരച്ചു. അപ്പൊ ഈ ഒരു പോർഷൻ എന്ത് ഷേപ്പിലായിരിക്കും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. നമുക്കറിയാം സിലിണ്ടറിന് എന്തുണ്ടാവും ഒരു റേഡിയസ് ഉണ്ടാവും. കൺസിഡർ ചെയ്ത പോർഷന്റെ ലെങ്ത് L എന്ന് കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ ഈ ഒരു ഡയറക്ഷനിൽ ഇതിനൊരു ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്നു, അതിനെ E1 എന്നും ഈ ഒരു ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടും, അതിനെ E2 എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ ഇതിനൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ എലമെന്റിനെ ഞാൻ DS1 നോട്ട് ചെയ്തു, അല്ലെങ്കിൽ A1. അപ്പൊ ഈ ഏരിയ എന്ന് പറയുന്നത് A1, ഈ ഒരു ഏരിയ A2 എന്ന് കൺസിഡർ ചെയ്തു. ഇതിന് ചുറ്റുള്ള ഒരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്, അതിന് ഞാൻ A3 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കും. അപ്പൊ നമുക്കറിയാം ഇതൊരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന് 3 ടൈപ്പ് ഏരിയ ഉണ്ടാവും. അതായത് 2 ബേസിൽ ഉണ്ടാവുന്ന സർക്കിളിന്റെ ഏരിയ, അതുപോലെ ഒരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവും. 2 ബേസ് സെയിം ആയതുകൊണ്ട് തന്നെ A1 ഉം A2 ഉം സെയിം ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന ഏരിയ സെയിം ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്തായി പോകും, ക്യാൻസൽ ചെയ്ത് പോകും. ഇനി നമുക്ക് എവിടെ മാത്രം ഫ്ലക്സ് ഉണ്ടാവുള്ളൂ, ഈ ഒരു കർവ്ഡ് സർഫസ് ഏരിയക്ക് ചുറ്റും മാത്രം എന്തുണ്ടാവുള്ളൂ, ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വയറിന്റെ ചുറ്റും സ്ട്രെയിറ്റ് വയറിന്റെ മുകളിലേക്കും താഴേക്കും എന്തുണ്ടാവില്ല, ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവില്ല. എവിടെ മാത്രം ഉണ്ടാവുള്ളൂ, ഇതിന് ചുറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇതിനെ ഒരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും. അപ്പോഴാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുള്ളൂ, ഗോസസ് ലോന്റെ ആപ്ലിക്കേഷൻ വരുന്നുള്ളൂ. അതായത് ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് സർഫസിന് അനുഭവപ്പെടുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു. ഫ്ലക്സ് phi enclosed is equal to ഇതിനോട് ഈക്വൽ ആണ് Q by epsilon 0 ഈക്വൽ. അപ്പൊ ഇവിടുത്തെ ക്ലോസ്ഡ് സർഫസിനുള്ളിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ ഒരേ പോർഷനിൽ മാത്രമേ ഉള്ളൂ, അതായത് ഈ കർവ്ഡ് സർഫസ് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുള്ളൂ, ഈ കർവ്ഡ് സർഫസ് ഏരിയയിൽ ചുറ്റും മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അപ്പോ ഇവിടുത്തെ കർവ്ഡ് സർഫസ് ഏരിയയ്ക്ക് ചുറ്റുണ്ടാവുന്ന ഫ്ലക്സ്, അതായത് phi enclosed നമുക്കറിയാം ഓൾറെഡി വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, E.ds ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്ന ഒരു ഏരിയ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു കടന്നു പോകുന്ന ഒരു ഏരിയ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് ആ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നുണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത് വേണം. സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrl ആണ്. ഇതിന്റെ റേഡിയസ് r ആണ്, ലെങ്ത് L ആണ്. അപ്പൊ അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പൊ ഈ ഒരു 2 ഇക്വേഷനും ഫൈന്റെ 2 ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും,
Q by epsilon 0 is equal to E dot 2 pi r n. ഓക്കെ, ഇനി ഇതൊരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്തോണം. ഇതൊരു സ്ട്രേറ്റ് ലീനിയർ വയർ ആയതുകൊണ്ട് ഇവിടുത്തെ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മൊത്തം എത്ര ചാർജുകൾ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ഈ ഒരു പോർഷന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കാം? ലാംഡ ആയിരിക്കും. കാരണം ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ചാർജിനെ ക്യൂവിനെ ഇൻ ടേംസ് ഓഫ് ലാംഡയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമുക്കറിയാം ലാംഡ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടോട്ടൽ ലെങ്ത്. ക്യൂ ബൈ എന്താണെന്നറിയാം. അപ്പൊ ഒരു ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂ ബൈ ആയിരിക്കും, സ്മോൾ അല്ലേ. അപ്പോ ക്യൂ ഇസ് ഈക്വൽ ടു എന്താ പറയാ? ലാംഡ ഇൻടു എൽ. അപ്പൊ ക്യൂവിന് പകരം ഈ ഒരു ഇക്വേഷനില് ക്യൂവിന് പകരം ലാംഡ എൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എന്തായിരിക്കും? ലാംഡ എൽ ബൈ എപ്സിലോൺ 0 is equal to E dot 2 pi r n. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കിട്ടി ലാംഡ എൽ ബൈ എപ്സിലോൺ 0 is equal to E dot 2 pi r n. E dot 2 pi r എന്ന് പറഞ്ഞാൽ എന്താ? E dot 2 pi r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E into 2 pi r l into cos theta. A dot D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD cos theta. അപ്പൊ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണെന്ന് അറിയണം. തീറ്റ. അവരുണ്ടാക്കുന്ന ആംഗിൾ, ആര് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ? ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ഏരിയ വെക്ടറും ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സിലിണ്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്. സിലിണ്ടറിന്റെ ഈ കർവ്ഡ് സർഫസ് ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. അതുപോലെ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും അതേ സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. തീറ്റ 0 ആയിട്ട് കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് 0 ആയിരിക്കും. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ E dot 2 pi r നമുക്ക് എന്ത് തന്നെ എഴുതാം? E into 2 pi r തന്നെ എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഇലക്ട്രിക് ഫീൽഡിനെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0 into 2 pi r n. ലാംഡ എൽ ബൈ എപ്സിലോൺ 0 into 2 pi r എന്ന് കിട്ടും. ഇതിൽ ക്യാൻസൽ ചെയ്ത് പോണ ആൾക്കാരൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. അത് നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് due to an electric field due to a long straight wire എന്ന് പറയുന്നത് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് E is equal to lambda by 2 pi r epsilon 0 into ആരുടെ ഡയറക്ഷനിലായിരിക്കും? റേഡിയൽ വെക്ടറിന്റെ ഡയറക്ഷൻ. അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ യൂസിങ്. അപ്പോൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് വയറിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു ഗോസസ് ലോന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട്. ഇനി ഗോസസ് ലോന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെയാണ് ഒരു സർഫസ് ചാർജ് അല്ലെങ്കിൽ സർഫസ് ഡിസ്ട്രിബ്യൂഷനിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ അതുപോലെ തന്നെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.